തുടരും. അങ്ങനെ തുടരും പോയി കണ്ടു. ഈ പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്ന അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിന്ന ഒരാളാണ് ഞാൻ. കാരണം തരുൺമൂർത്തി, ലാലേട്ടൻ വെച്ച് ചെയ്യാൻ പോകുന്ന ആദ്യ പടമാണ് തുടരും. അപ്പോൾ ഈ പടത്തില് തരുണും ലാലേട്ടനും വെച്ച് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് ഞാന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൊമെന്റാണിത്. അതായത് മലയാളികൾക്ക് കടല്, ആന, ലാലേട്ടൻ ഈ 3 കാര്യങ്ങളും എത്ര കണ്ടാലും മടുക്കില്ല അല്ലേ? അതുപോലെയാണ് ലാലേട്ടൻ തിയേറ്ററില് വന്നു കഴിഞ്ഞാല്, അത് ലാലേട്ടൻ ഓരോ പടവും തിയേറ്ററിൽ വന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാല്, പിന്നെ എല്ലാവർക്കും ആ ഒരു മൊമെന്റ് വേറൊരു കാര്യം തന്നെയാണല്ലേ. കാരണം ലാലേട്ടൻ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഇന്ന് മലയാളികൾക്കിടയില് ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയ വേറൊരു നടനുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. ലാലേട്ടൻ കരയുമ്പോ ലിറ്ററലി നമ്മളും കരഞ്ഞു പോകും. ചിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? കൂടെ ചിരിക്കും. അങ്ങനെ നമ്മളെ സ്വാധീനിക്കാൻ പറ്റിയ വേറൊരു നടൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ട്ടോ. അത് പറയാൻ കാരണം ഈ പടത്തില് ഒരു സീനുണ്ട്. അതായത് ലാലേട്ടൻ കരയുന്ന ഒരു സീന്. ലിറ്ററലി ഞാൻ ഒപ്പം കരഞ്ഞു. കാരണം ആ സീൻ കണ്ടു കഴിഞ്ഞാല് അത് കാണുന്ന ഒരാൾക്ക് അത് കരയാണ്ട് ആ സീന് കഴിഞ്ഞു പോകുന്നുള്ള കാര്യം ഡൗട്ടാണ്. കാരണം അതുപോലെയാണ് ലാലേട്ടൻ ജീവിക്കുക എന്ന് വേണേ പറയാം. അതുപോലെയാണ് ആ സീന് തരുൺ എടുത്തു വെച്ചിരിക്കുന്നത്. തരുണ് അതിനൊരു താങ്ക്സ് തന്നെ പറയേണ്ടി വരും. ഞാൻ ഇതുപോലെ ലാലേട്ടനെ കണ്ടിരിക്കുന്ന ഒരു പടം ഭ്രമരമാണ്. കാരണം അതില് അദ്ദേഹത്തിന്റെ കൈകൾ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ കണ്ണുകൾ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ പടത്തിന്റെ കാര്യം. ലാലേട്ടൻ ഓരോ കൈയുടെ മൊമെന്റും അല്ലെങ്കിൽ വിരലാണെങ്കിലും കണ്ണാണെങ്കിലും കണ്ണിലെ കൊടുത്ത ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാല് ഞാന് ലൂസിഫർ കണ്ടതിന് ശേഷം പിന്നെ ഇത്രമാത്രം ലാലേട്ടൻ കണ്ണിൽ കാണിച്ച ഇന്റൻസിറ്റി ഞാൻ ഈ പടത്തിലാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു ലാലേട്ടൻ ഷോയാണ് ഈ പടം എന്ന് പറഞ്ഞാല്. അതായത് എനിക്ക് തോന്നിയത് ഈ പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരേക്കും ഈ പടം ഒരു ബിൽഡ് ചെയ്ത് ഒരു ഫാമിലി സ്റ്റോറി എന്ന രീതിയിൽ ബിൽഡ് ചെയ്ത് അത് ലാലേട്ടനും ആ ഒരു കാറും തമ്മിൽ ബന്ധം, അല്ലെങ്കിൽ ലാലേട്ടനും അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു ഫ്രണ്ട്സ് വലയും അങ്ങനെയൊക്കെ കാണിച്ചു പോകുന്ന ഒരു പടമാണ് ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഈ പടം സെക്കൻഡ് ഹാഫിൽ കടന്നതോടുകൂടി ഈ പടം പിന്നെ പോകുന്നത് വേറൊരു മൂഡിലോട്ടാണ്. അതായത് പിന്നെ ആദ്യം നമ്മൾ കണ്ട ലാലേട്ടൻ അല്ല സെക്കൻഡ് ഹാഫിൽ നമുക്ക് പിന്നെ കാണാൻ പറ്റിയത്. അതായത് വേറെ ട്വിസ്റ്റാണ് ഇവിടെ ഉണ്ടായത്. അതായത് ക്യാരക്ടർ ടോട്ടലി ചേഞ്ചിങ്. അതായത് ഫസ്റ്റ് ഹാഫിൽ ലാലേട്ടൻ ചിരിയും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നതോടുകൂടി ക്യാരക്ടറെ മാറിയിട്ട് അത് വേറെ മൂഡിലോട്ട് പോയി. പിന്നെ അത് സ്റ്റോറി ലൈൻ എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. കാരണം അതുപോലെയാണ് തരുണ് ലാലേട്ടൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ സീനിനകത്ത്. പിന്നെ പറഞ്ഞ ഒരു പേരാണ് പ്രകാശ് വർമ്മ. അതായത് ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ച ഒരാളാണ് പ്രകാശ് വർമ്മ. അതായത് ലാലേട്ടന്റെ കൂടെ കട്ടക്കി പിടിച്ചുകൊണ്ടാണ് പ്രകാശ് വർമ്മ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. സത്യം പറയാലോ, ഈ പടത്തിന്റെ ഫസ്റ്റ് സീൻ ഞാൻ കണ്ട സമയത്ത് ഇയാൾ ശരിക്കും പോലീസുകാരാണെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം ഇയാളെ എനിക്ക് മുന്നേ അറിയില്ല. കാരണം അതുപോലെയാണ് പുള്ളി ആ ക്യാരക്ടറിനെ എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് ആ ഒരു കോസ്റ്റ്യൂമും പുള്ളിയുടെ യൂണിഫോമും ഇട്ട് കഴിഞ്ഞാൽ പുള്ളി കറക്റ്റ് പോലീസുകാരനാണ്. അതായത് ആദ്യം തൊട്ട് അവസാനം വരയ്ക്കും പുള്ളി ക്യാരക്ടർ ചേഞ്ച് ആയിട്ടില്ല. അതുപോലെ അതേ സെയിം മീറ്ററിൽ പിടിച്ചുകൊണ്ടാണ് പുള്ളി ആദ്യം തൊട്ട് അവസാനം വരയ്ക്കും ആ ഒരു വില്ലനിസം പിടിച്ച് പുള്ളി മുന്നോട്ട് പോയത്. അടിപൊളിയായിരുന്നു. അതായത് കൊടൂര വില്ലനായിരുന്നു ആള്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ലാലേട്ടൻ ശോഭന കോംബോ. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തൊരു കോംബോ ആണ് അല്ലേ, ലാലേട്ടൻ ശോഭനയുള്ള കോംബോ. ഞാൻ പേഴ്സണലി ഞാൻ വിചാരിച്ചത് ശോഭനയ്ക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ഡെപ്ത് ക്യാരക്ടർ കൊടുത്തതെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ. കാരണം ശോഭനയ്ക്ക് ഈ പടത്തില് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ക്യാരക്ടർ അത്രേ കൊടുത്തുള്ളൂ. ആ ക്യാരക്ടർ എന്താണോ കൊടുത്തത് അതിനാണ് ശോഭന അഭിനയിച്ചു പോയിരിക്കുന്നത്. ആ ക്യാരക്ടറിന് ഒരു കുറച്ചും കൂടി ഡെപ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ മീറ്റർ പിടിച്ച് പോയിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നേനെ എനിക്ക് തോന്നി. കാരണം ശോഭനയുടെ ക്യാരക്ടർ വേറെ ആർക്കും ചെയ്യാമെന്ന ഇതിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ച തോമസ് മാത്യു, പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന സീന് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് ബിനു പപ്പൻ ഇതിനകത്ത് പോലീസുകാരനായിട്ടാണ് വരുന്നത്. അടിപൊളിയായിട്ട് ബിനു പപ്പൻ ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതായത് ആ ഒരു ക്യാരക്ടർ മോഡുലേഷനും ആ ഒരു മീറ്റർ പുള്ളി ആദ്യം തൊട്ട് അവസാനം വരയ്ക്കും പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം എല്ലാവരും അഭിപ്രായം പറയൂ. ഓക്കെ, താങ്ക് യു.